PSC സക്സസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർവ്വതത്തിനെ പറ്റിയിട്ടാണ്. ആരവല്ലി പർവ്വതനിര. അപ്പോൾ നമുക്ക് നോക്കാം. ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിര എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി പർവ്വതനിര. അപ്പോൾ ആരവല്ലി പർവ്വതനിര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്നു. മാൾവ പീഠഭൂമിയുടെ വടക്ക്. അപ്പോൾ ആരവല്ലി പർവ്വതനിരയുടെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആരവല്ലി സ്ഥിതി ചെയ്യുന്നത്. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി. രാജസ്ഥാൻ സംസ്ഥാനത്തിനെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് ഗുരുശിഖർ ആണ്. മൗണ്ട് ഗുരുശിഖറിന്റെ നീളം എന്ന് പറയുന്നത് ഉയരം എന്ന് പറയുന്നത് 1722 മീറ്റർ ആണ്. 1722 മീറ്റർ ആണ് മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം എന്ന് പറയുന്നത്. ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിലാണ്. പിന്നെയെന്ന് പറയുന്നത് ആരവല്ലിനെ പറ്റി പറയാൻ, ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതനിരയാണ്. അവശിഷ്ട നിരകൾക്ക് ഉദാഹരണമാണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ദിൽവാര ക്ഷേത്രമാണ്. മൗണ്ട് അബുവിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദിൽവാര ക്ഷേത്രം. ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അപ്പോൾ ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഹാൽഡിഘട്ട്. അപ്പോൾ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോട്ട് ചെയ്ത് വയ്ക്കാം. ഹാൽഡിഘട്ട് ചുരം ആരവല്ലി പർവ്വതനിരയിൽ കാണുന്ന പ്രധാനപ്പെട്ട ചുരമാണ് ഹാൽഡിഘട്ട്. ആരവല്ലി ഹാൽഡിഘട്ട് ചുരം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകം നക്കി തടാകമാണ്. ഇതാ ഗാന്ധിജിയുടെ ചിതാഭസ്മം ഈ തടാകത്തിൽ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീറാണ്. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ എന്ന് പറയുന്നത് റൈസീന കുന്നുകളാണ്. റൈസീന കുന്നുകളാണ്. അപ്പോൾ ആരവല്ലിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക്